ഇത് 2026 മുമ്പ് ഇത് ഒരു വ്യാഴാഴ്ചയിലെ വീഡിയോ ആണ്. ഇതെന്താണെന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് എന്റെ പിറന്ന നാളാണ് ഗൈസ്. ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഒരു പരിപാടി ഇല്ല. എല്ലാ വർഷവും ഒരേ ഒരു പരിപാടിയേ ഉള്ളൂ അമ്പലത്തിൽ വെക്കും. ഒരു നാളില്ലാത്ത പോലെ രാവിലെ എണീച്ചപ്പോ തന്നെ ഒടുക്കത്തെ മഴയും കാറ്റൊക്കെ. അപ്പോഴും അമ്മാമ്മച്ചിയുടെ ഡയലോഗും കൂടെ, കൊടുങ്കാറ്റൊന്നും ഇല്ലല്ലോ, അത് തന്നെ ഭാഗ്യമൊന്നും. മഴ തോരട്ടെ എന്ന് പറഞ്ഞ് കുറച്ചേരം നിന്നെങ്കിലും മഴ തോരൻ ലക്ഷണമൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഒരു കൊടയെടുത്ത് ഞാൻ ഇറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ മഴയൊക്കെ അങ്ങ് നിന്നേട്ടാ. അങ്ങനെ അമ്പലത്തിൽ വന്ന് ശിവനെയൊക്കെ കണ്ടറിഞ്ഞിട്ട് ഈ വെണ്ടപ്പെണ്ണിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ വന്നത്. വീട് ഇട്ട അമ്പലം വിട്ട വീടെന്ന് മാത്രം അതുവരെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ വെടല പെണ്ണ് മൈൻഡ് മൊത്തം മാറ്റി കളഞ്ഞു. ബസ് വന്ന് 2 സിപ്പപ്പം കഴിച്ച് നമ്മൾ ബസ്സിൽ കയറിയപ്പോ തൊട്ട് ബസ്സിൽ ഇരിക്കുന്ന എല്ലാവരും നമ്മളെ മൊബൈലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 3 പെണ്ണുകളിൽ നിന്ന് ചിലപ്പോൾ സിപ്പക്കുറുകളെ നോക്കിയിരുന്നതായിരിക്കുമല്ലോ. അങ്ങനെ രണ്ടും കൂടെ വഴിയെ വേണം ഓരോരുത്തരെ നോണയും കുറയും പറഞ്ഞ് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇരുന്നിരുന്ന് കുറച്ച് റീൽ എടുക്കാന്ന് വിചാരിച്ച് മണ്ടയ്ക്ക് പോയി. എന്നെ കൊണ്ട് ഡയലോഗൊക്കെ അടിച്ച് പറയിപ്പിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കിണിക്കണേന്നല്ലേ. എന്നെക്കാളും വലിയൊരു ബ്ലോഗർ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എന്നെ ജൈവ വില കേൾക്കാൻ സമ്മതിക്കുള്ളൂ. നമ്മള് എന്താ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയൊന്നുമല്ല. എൻ്റെ അമ്മ അനിയും ഉണക്കി പൊടിച്ച് കടയിൽ കൊണ്ട് പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നല്ല എന്ന് കാണുന്ന ചിലവർക്ക് തോന്നും എന്തൊക്കെ വട്ടത്തിൽ ഉണി വന്നിരുന്ന് കാണിക്കണേന്ന്. 6 വർഷമായടാ നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. എന്നാൽ ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ അവൾ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും അടിയും വഴക്കും യുദ്ധവും ഒക്കെ ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് ഇവളെ ഒന്ന് കാണുന്നത് വരെ അത് എത്ര ആയാലും അത് നിൽക്കുള്ളൂ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരുപാട് ഹാപ്പി ആണെങ്കിൽ അതിന് കാരണം എൻ്റെ ഈ വെണ്ടയാണ്. കൊച്ചിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ എൻ്റെ ഫ്രണ്ട്സ് അവർ ബർത്ത്ഡേക്ക് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മുട്ടായിയൊക്കെ കൊണ്ടുവന്ന് തരണം കണ്ടിട്ട് അപ്പം തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കേക്കൊക്കെ മുറിക്കണം എന്നൊക്കെ. എന്നാൽ ഞാൻ വളരുന്നതോടും എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ എൻ്റെ കൂടെ വളരുന്നതുകൊണ്ട് തന്നെ അതിനുള്ള ഭാഗ്യമൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വർഷം ഞാൻ വിചാരിച്ചു കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ആവാന്ന്. എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് കടയ്ക്കറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോഴത്തേക്ക് ദാണ്ട് എൻ്റെ അമ്മാമ്മച്ചി എനിക്ക് വേണ്ടി പായസമൊക്കെ വയ്ക്കണം. പാവല്ലേ അമ്മാമ്മച്ചിനെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ പാവയ്ക്കും കോവയ്ക്കും വെണ്ടയ്ക്കൊക്കെ എടുത്ത് അവഞ്ചാലും മുറിഞ്ചാലും അങ്ങോട്ട് ചന്ന പിന്നെ അരിയാൻ തുടങ്ങി. അമ്മാമ്മച്ചിൻ്റെ കണ്ണൊന്ന് തള്ളണം. കുറച്ചിലും കഴിഞ്ഞ് നോക്കിയപ്പോൾ ദാണ്ട് അമ്മാമ്മച്ചി ഉണ്ടാക്കി പായസം അമ്മാമ്മച്ചി ഒറ്റയ്ക്ക് കൊണ്ടുവച്ച് കുടിക്കണം. എങ്ങനെ ഇരിക്കണം? അപ്പോൾ ഓക്കെ, ബൈ.